പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മിന്നുവിൻ്റെ സഞ്ചിയാത്ര ഈ കഥ കേൾക്കൂ. അമ്മേ, എനിക്കും അതുപോലെ വയറ്റത്തെ സഞ്ചിയിലിരുന്ന് പോകണം. അമ്മ കങ്കാരുവിൻ്റെ വയറ്റിലെ സഞ്ചിയിലിരുന്ന് യാത്ര ചെയ്യുന്ന കുഞ്ഞി കങ്കാരുവിനെ നോക്കി മിന്നുമുയൽ പറഞ്ഞു, സഞ്ചിക്കകത്തങ്ങിരുന്നു പോകാൻ അമ്മേ എനിക്കൊരു മോഹമുണ്ടേ. സഞ്ചിക്കകത്തു രസിച്ചിരുന്ന് കാഴ്ചകൾ കാണാൻ കൊതിയാവുന്നേ. അയ്യോ മക്കളെ, അത് കങ്കാരുക്കൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. മോനത് ശരിയാവില്ല. പറ്റില്ല പറ്റില്ല, മിന്നു വാശി പിടിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മിന്നുവിൻ്റെ അമ്മ കങ്കാരു അമ്മയോട് കാര്യം പറഞ്ഞു. സഞ്ചിക്കുള്ളിലിരുന്നിടാൻ തെല്ലും സുഖമില്ലെന്നുണ്ണി, എങ്കിലും നിന്നുടെ മോഹം ഞാൻ തീർത്തു തന്നിടാം പൊന്നുണ്ണി എന്നു പറഞ്ഞ് കുഞ്ഞിനെ താഴെ ഇറക്കി മുയൽക്കുട്ടനെ അമ്മ കങ്കാരു സഞ്ചിയിൽ കയറ്റിയിരുത്തി. ഇരുട്ടുള്ള ഗുഹ പോലെയുള്ള സഞ്ചിയിൽ ഇരുന്നപ്പോൾ തന്നെ മിന്നുവിൻ്റെ മോഹം പകുതിയായി. അമ്മ കങ്കാരു മുന്നോട്ട് കുതിച്ചു ചാടി ഓടിയപ്പോൾ മുയൽക്കുട്ടനാകെ ഭയന്നു. അയ്യോ മതി മതി, അയ്യോ മതി മതി അമ്മച്ചി, മിന്നുവിനാകെ ഭയമാണ്. കുതിച്ചുപായും നേരത്ത് തെറിച്ചു വീഴും ഞാനയ്യോ എന്നു പറഞ്ഞ് മിന്നു കരച്ചിലായി. അതൊന്നും ശ്രദ്ധിക്കാതെ കങ്കാരു ഓടിച്ചാടി കാട് ചുറ്റി മടങ്ങിയെത്തി. അമ്മയ്ക്കരികിൽ തിരിച്ചെത്തിയ മിന്നുവിൻ്റെ മോഹമെല്ലാം അപ്പോഴേക്കും മാറിയിരുന്നു. തൊട്ടപ്പുറത്തെ മരക്കമ്പിലിരുന്ന് ചിന്നൻ കുരങ്ങൻ ചോദിച്ചു, മിന്നു, എങ്ങനെയുണ്ടായിരുന്നു സഞ്ചിയാത്ര? അതിനു മറുപടി നൽകാതെ മിന്നു ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു.